ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യം ഉണ്ടാവാം. അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാം എന്നല്ല, അത് ഉണ്ടായിരുന്നു എന്ന് തന്നെ അനുമാനിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയുടെ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കി, അവരെ പലതരത്തിൽ ഉപദ്രവിക്കാൻ നോക്കി എന്നുള്ള വിവരങ്ങളെല്ലാം പൊതുമണ്ഡലത്തിൽ മുൻപ് തന്നെ വന്നിട്ടുണ്ട്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ കൃത്യം നടത്തിയത് ദിലീപാണ്, അല്ലെങ്കിൽ ഇതിന് കൊട്ടേഷൻ ദിലീപ് കൊടുത്തതാണ് എന്നെങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സാങ്കല്പികമായിട്ട് പറയുകയാണെങ്കിൽ, രണ്ടുപേര് തമ്മിൽ കടുത്ത വിരോധമുണ്ട്, അവർ തെരുവിൽ കിടന്ന് തല്ലുകൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നാട്ടുകാരെല്ലാം കാണുകയും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ അതിലൊരാൾ പോകുന്ന വഴിക്ക് മരിക്കാനിടയായി. സാധാരണ നാട്ടുകാർ ചിന്തിക്കുമായിരിക്കും അപ്പം മറ്റേ ആൾ കൊന്നതാണ് എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ പോലീസിന് അങ്ങനെയാണോ കേസ്? പോലീസ് അങ്ങനെ കേസ് എടുക്കുമോ? പോലീസ് ഉടനെ പോയി മറ്റേ ആളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും അയാളെ വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യും, മറ്റു സാഹചര്യങ്ങൾ പരിശോധിക്കും. അങ്ങനെയല്ലേ? അതിന് തെളിവ് വേണമല്ലോ. അല്ലാതെ ഇവിടെ പറയുന്നത് പോലെ ഈ നടിയോട് ഇയാൾക്ക് വിരോധമുണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇയാളാണ് പ്രതി, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന തരത്തിലുള്ള മാനസികാവസ്ഥയിലാണോ നമ്മുടെ പോലീസ് കേസ് അന്വേഷിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവിടെ തെളിവുകൾ, അതിന് സപ്പോർട്ട് ചെയ്യേണ്ട തെളിവുകൾ എടുക്കേണ്ടതായിരുന്നു, അതുണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് കേസ് ഈ വിധമായിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷവും ഇപ്പോഴുണ്ടാകും, നമ്മൾ പറഞ്ഞല്ലോ, മാധ്യമങ്ങളിലൂടെ ഇവർ പുറത്തുവിടുന്ന മറ്റ് അപസർപ്പ കഥകളെന്ന് പറയാവുന്ന തരത്തിലുള്ളതാണ്. ഇത് പോലീസ് പുറത്തുവിടുന്നതാണെന്ന് പോലും പറയാൻ പറ്റില്ല. ചില ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്, ഈ നടി ആക്രമിക്കപ്പെട്ട വാഹനത്തിന് പിന്നാലെ മറ്റൊരു വാഹനത്തിൽ ദിലീപ് ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പോലും വഷളൻ കഥകൾ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ വിധി കോടതിയെ സ്വാധീനിച്ച് നേടിയതാണ്. ഇത് യഥാർത്ഥ ദിലീപ് കുറ്റക്കാരനാണെന്ന് വീണ്ടും വീണ്ടും മനുഷ്യരുടെ മനസ്സിലേക്ക് ആവർത്തിച്ചുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിന് മാധ്യമങ്ങളും പോലീസിൻ്റെ ഉദ്ദേശമാണത്. അതിന് മാധ്യമങ്ങൾ കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തിൽ ഏറ്റവും ദാരുണമായ ഒരു കാര്യം ഞാൻ പറയുന്നത്.